സുഹറയിലേക്ക് പോകുന്നു. കാരണം തട്ടമിടാത്ത സ്ത്രീകൾ ഇവിടെ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, നിങ്ങളിൽപ്പെട്ട ഒരാൾ പറഞ്ഞതുകൊണ്ട് തട്ടം ഉപേക്ഷിച്ച സ്ത്രീയാണവർ. ശ്രീമതി വി പി സുഹറ, ഇപ്പോൾ അടുത്തതാണ് തുടങ്ങിയിരിക്കുന്നത് സുംബ കളിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. എന്തൊരു കഷ്ടമാണിത്. നമ്മളെ ഗതികേടെന്നല്ലാതെ വേറെ എന്താ പറയേണ്ടത്? കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്ന് പറഞ്ഞത് വെറും ലൈംഗിക ബന്ധങ്ങൾ മാത്രമാണോ? ഒരു സൗഹൃദം വേണ്ടേ? ഒരു സാഹോദര്യം വേണ്ടേ? ഇത് എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇവർ പറയുന്നത്. നമുക്കറിയാം, വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. യുവത്വം അത്രയും ബുദ്ധിമുട്ടായ മാനസിക സംഘർഷങ്ങൾ, ഒരു വശത്ത് പിന്നെ ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ടുള്ള മറ്റു പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി സംഘർഷഭരിതമായ മാനസിക അവസ്ഥയിലാണ് ചെറുപ്പങ്ങൾ. ആ ബാല്യത്തെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ എന്ത് സാഹസം ചെയ്തും അവരെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പരിഷ്കരണത്തിനുമൊക്കെ തന്നെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഈ ചെറുപ്പങ്ങളുടെ മാനസിക വളർച്ചയും അത്യാവശ്യമാണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ സുംബ ഡാൻസ് എന്ന് പറയുന്നത്, ഇന്നലെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഒരു ചാനലിൽ പറഞ്ഞു കേട്ടത്, ഇത് മാനസികാരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമ്മളെ ചെറുപ്പങ്ങൾ ഈ സങ്കീർണ അവസ്ഥയിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തെ, ചെറുപ്പങ്ങളെ ഒരു കൂട്ടമായി നിന്ന് അവർ പലതിലേക്കും ചേരുകയും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇവരെന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? ഇത് മതം എന്നല്ല പറയുന്നത്, മത അന്ധത എന്നാണ് പറയേണ്ടത്. മതാന്ധത അല്ലെങ്കിൽ മതവിശ്വാസത്തിൻ്റെ പേരിലല്ല ഇത് നടക്കുന്നത്. കാരണം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ വെറും ലൈംഗിക ബന്ധമാണോ? ഒരു സൗഹൃദം വേണ്ടേ? എന്താണ് ഈ സദാചാരം എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് സദാചാരം? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിൽക്കുന്നതിനാ സദാചാരക്കേട് വരുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇതൊന്നും ഇവരറിയുന്നില്ലേ? ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തന്നെ പല രാഷ്ട്രങ്ങളിലും ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കഅബ നിൽക്കുന്ന സൗദിയിൽ പോലും ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നു കഴിഞ്ഞു. ഇവിടുത്തെ മനുഷ്യർക്ക് എന്താണ് ഈ കേരളം? ഇത് ഒരു മതരാഷ്ട്രമാണോ ഇന്ത്യ? ഇത് സാധാരണ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ ഇവരൊക്കെ ഈ മതം പറയുന്ന രീതിയിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് അനുസരിക്കുക? ഈ പെൺകുട്ടികളെയൊക്കെ മാനസികമായി തളർത്താണ് ഇവർ ചെയ്യുന്നത്. പെൺകുട്ടികളെ മാത്രമല്ല, ചെറുപ്പക്കാരെ മാനസികമായി തളർത്തുക തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ പിന്നെന്താ? നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങൾ സ്റ്റേജിൽ കയറരുത്, നിങ്ങൾ ഓടരുത്, ചാടരുത്. ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ ഒരു ഫോട്ടോ കണ്ടു. നമ്മുടെ തങ്ങളും പിന്നെ മുസ്ലിം ലീഗിലെ കുറേ വനിതകളും ആളുകളെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോഴൊന്നും അവിടെ ഒന്നും ഐത്യമില്ലേ? ഇത് എന്തിനാണ് ഈ ഐത്യം നിങ്ങൾ വെക്കുന്നത്? കുട്ടികളെല്ലാം ഒരുമിച്ച് ഇടകലർന്ന് ജീവിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ജെൻഡർ ന്യൂട്രൽ വന്നപ്പോൾ നിങ്ങളത് ഗവൺമെൻറ്റിനെ കൊണ്ടത് മാറ്റി നിർത്തി. ഗവൺമെൻറ് ഇത്തരം വിഷയങ്ങളിൽ ഒരിക്കലും ഇവർക്ക് കീഴടങ്ങരുത്. അതാണ് എനിക്കും പറയാനുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടുണ്ടായിരിക്കണം ഇത്തരം വിഷയങ്ങളിൽ. നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും പറയുന്നതനുസരിച്ചിട്ട് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ഒരുപാട് കുട്ടികളെ പഠിക്കാൻ വരുന്നതാണ്. അത് പണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമല്ല, അത് സാധാരണക്കാരെയും പാവപ്പെട്ട എല്ലാ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് കയറി വരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. അവിടെ വെച്ചാവണം അവരുടെ മാനസിക വളർച്ച ഉണ്ടാവേണ്ടത്. അപ്പോഴൊക്കെ നിങ്ങൾ എന്തിനാണ് പിന്നോട്ടേക്ക് വലിക്കുന്നത്? യുവത്വങ്ങൾ നിങ്ങൾ എന്തിനാണ് പിന്നോട്ടേക്ക് വലിക്കുന്നത്? Debate with Smriti Parithikar.